ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ സ്ട്രെയിറ്റ് ലൈനിലെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്നും എ പാർട്ടിലെ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും ബി പാർട്ടിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും സി പാർട്ടിൽ 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനുമാണ് ചോദിക്കാറുള്ളത്. സ്ട്രെയിറ്റ് ലൈനിലെ സ്ലോപ്പ് കാണാൻ 3 ഇക്വേഷൻ ആണുള്ളത്. എം ഈക്വൽ ടു ടാൻ തീറ്റ ഇഫ് തീറ്റ ഈസ് ഗിവൺ. തീറ്റ തന്നാൽ സ്ലോപ്പ് കാണാം എം ഈക്വൽ ടു ടാൻ തീറ്റ. അടുത്ത എം ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 if 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 ആർ ഗിവൺ. 2 പോയിന്റ് x1 y1 ആൻഡ് x2 y2 തന്നാൽ എം കാണാം y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അടുത്തത് എം ഈക്വൽ ടു മൈനസ് എ ബൈ ബി ഇഫ് എ സ്ട്രെയിറ്റ് ലൈൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ഈസ് ഗിവൺ. അതായത് സ്ട്രെയിറ്റ് ലൈൻ ആണ് തരുന്നതെങ്കിൽ അതിൻ്റെ എം എന്ന് പറയുന്നത് മൈനസ് എ ബൈ ബി ആണ്. അടുത്ത ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈന്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ 4 കേസാണുള്ളത്. അപ്പോൾ ഏതൊക്കെ നോക്കാം. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇവിടെ സ്ലോപ്പും y ഇന്റർസെപ്റ്റ് സിയും തന്നാലാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അടുത്തത് y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ ഒരു സ്ലോപ്പ് എമ്മും ഒരു പോയിന്റ് x1 y1 ആർ ഗിവൺ. ഇത് രണ്ടും ഒരു സ്ലോപ്പും ഒരു പോയിന്റും തന്നാലാണ് ഈ ഇക്വേഷന്. അടുത്തത് y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1 ഇഫ് 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 ആർ ഗിവൺ. 2 പോയിന്റ് തന്നാൽ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് x ബൈ എ പ്ലസ് y ബൈ ബി ഈക്വൽ ടു 1 ഇഫ് എക്സ് ഇന്റർസെപ്റ്റ് എയും y ഇന്റർസെപ്റ്റ് ബിയും തന്നാലാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. അടുത്ത ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് വിത്ത് സ്ലോപ്പ് m1 m2 തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2. അടുത്ത ഇക്വേഷൻ ഓഫ് എ ലൈൻ parallel to ax plus by plus c is equal to 0 is given by ax plus by plus k equal to 0. അതായത് ax plus by plus c എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണിത്. ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് എ പെർപെൻഡിക്കുലർ ടു ax plus by plus c is equal to 0 is given by bx minus ay plus k equal to 0. അതായത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്ന ഇക്വേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണിത്. ഇനി അടുത്തത് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് m1 ടു എ സ്ട്രെയിറ്റ് ലൈൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ഈസ് ഗിവൺ ബൈ മോഡ് ഓഫ് എ എം പ്ലസ് ബി എൻ പ്ലസ് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത്ര ഇക്വേഷനാണ് സ്ട്രെയിറ്റ് ലൈൻ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വന്നിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ ഹാവിംഗ് സ്ലോപ്പ് ഈക്വൽ ടു 1/2 ആൻഡ് y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു -3. 1 മാർക്കിന് 2021 നമ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നോക്കാം, സ്ലോപ്പ് എം തന്നിട്ടുണ്ട് 1/2, y ഇന്റർസെപ്റ്റ് സി ഇസ് ഈക്വൽ ടു -3. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കേസാണ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എം എന്ന് പറയുന്നത് 1/2, സി എന്ന് പറയുന്നത് -3. 1/2 എക്സ് -3. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2y ഈക്വൽ ടു എക്സ് മൈനസ് 6 എന്ന് വരും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 3 - 6 2 ഇങ്ങോട്ടുണ്ടായാൽ 2y. അപ്പോൾ 2y ഈക്വൽ ടു എക്സ് മൈനസ് 6 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു 2 ആൻഡ് y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു -1. അതുപോലെ തന്നെ 2022 നവംബറിൽ 1 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം. സ്ലോപ്പ് എം ഈക്വൽ ടു 2ഉം y ഇന്റർസെപ്റ്റ് സി ഇസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസാണ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എം എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് 2x -1. അപ്പോൾ y ഈക്വൽ ടു 2x -1 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ passing through 2 given points 2 -1 and -6 3. 2 പോയിന്റ് തന്നിട്ട് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ കാണാനാണ്. ഇത് 3 മാർക്കിന് 2021 നമ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഏത് ഉപയോഗിക്കണം? ഇക്വേഷൻ ഈസ് y minus y1 equal to
y2 മൈനസ് കേസ് 3 ആണ് അല്ലേ. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ നോക്കുക, x1 y1 എന്ന് പറയുന്നത് 2 മൈനസ് 1, x2 y2 എന്ന് പറയുന്നത് -6 3 ആണ്. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y മൈനസ് y1 എന്ന് പറയുന്നത് -1. അപ്പോൾ -1 ഈക്വൽ ടു y2 എന്ന് പറയുന്നത് 3 മൈനസ് y1 -1 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്നത് -6. അപ്പോൾ -6 മൈനസ് x1 2 ഇൻറ്റു എക്സ് മൈനസ് x1 2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? y മൈനസ് -1 എന്ന് പറയുമ്പോൾ y പ്ലസ് 1 ഈക്വൽ ടു 1 മൈനസ് -1, അപ്പോൾ +1 ആവും. അപ്പോൾ 4 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ -6 -2 -8 ഇൻറ്റു എക്സ് മൈനസ് 2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ -1/2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഇനി ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ -2 ഇൻറ്റു y പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 2. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് കളഞ്ഞാൽ -2y -2 ഈക്വൽ ടു എക്സ് മൈനസ് 2. ഇതിനെ നമുക്കെല്ലാം ഒരു സൈഡിലാക്കി എഴുതാം. അപ്പം എക്സ് മൈനസ് 2 ഇത് അപ്പുറത്ത് പോകുമ്പോൾ +2y, ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ +2 ഈക്വൽ ടു 0. ഇപ്പം ഈ -2ഉം +2ഉം ക്യാൻസൽ ചെയ്താൽ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 1 1 ടു എ ലൈൻ 4x + 3y - 2 ഈക്വൽ ടു 0. ഇത് 3 മാർക്കിന് 2022 നവംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എങ്ങനെ പഠിച്ചു? ഡിസ്റ്റൻസ് ഈക്വൽ ടു mod AM പ്ലസ് BN പ്ലസ് C ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A² പ്ലസ് B². അപ്പോൾ നമുക്ക് MN എന്ന് പറയുന്നത് M ഈക്വൽ ടു 1, ഇതാണ് പോയിന്റ്. N ഈക്വൽ ടു 1. A എന്ന് പറയുന്നത് ഇക്വേഷനിലെ 4, B എന്ന് പറയുന്നത് 3, C എന്ന് പറയുന്നത് -2. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡ് ഓഫ് 4 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 -2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4² പ്ലസ് 3². അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? മോഡ് ഓഫ് 4 പ്ലസ് 3 -2 ഡിവൈഡഡ് ബൈ 16 പ്ലസ് 9 എന്ന് കിട്ടും. ഈക്വൽ ടു 4 പ്ലസ് 3 7 -2 5. മോഡ് 5 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയതുകൊണ്ട് 5 തന്നെ എഴുതാം. 5 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 25. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 5 ആണ്. അപ്പോൾ 5/5 ഈക്വൽ ടു 1 എന്നിട്ട് അപ്പോൾ ഡിസ്റ്റൻസ് 1 ആകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ടു എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു 3x - 2y ഈക്വൽ ടു 5 ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 - 2. അതിൻ്റെ കൂടെ തന്നെ വേറെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ഹാവിംഗ് ദ സ്ലോപ്പ് 2 and 1/3. ഇത് 2021 നവംബറിൽ 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിനും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിനും. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ ചെയ്യാം. ഫൈൻഡ് ദ ഇക്വേഷൻ ടു എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 3x - 2y - 5 ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പാരലൽ ഇക്വേഷൻ എങ്ങനെ വരും? ax പ്ലസ് by പ്ലസ് k ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 3x - 2y പ്ലസ് k ഈക്വൽ ടു 0. ഇത് പാസിംഗ് ത്രൂ 1 - 2 ആണ്. അപ്പോൾ നമുക്ക് x എന്നുള്ളതിന് 1 എന്നും y എന്നുള്ളതിന് -2 കൊടുക്കാം.
എന്ത് വരും? 3 മൈനസ് 2 ഇൻറ്റു -2 പ്ലസ് കെ ഈക്വൽ ടു 0. അപ്പോൾ 3 -2 ഇൻറ്റു -2 പ്ലസ് 4 എന്നാവും, പ്ലസ് കെ ഈക്വൽ ടു 0. 7 പ്ലസ് കെ ഈക്വൽ ടു 0. അപ്പോൾ കെ ഈക്വൽ ടു -7 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പാരലൽ ഇക്വേഷനിന് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പാരലൽ ഇക്വേഷൻ is 3x മൈനസ് 2y പ്ലസ് കെ എന്നുള്ളിടത്ത് -7 ഈക്വൽ ടു 0. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് വിത്ത് സ്ലോപ്പ് 2ഉം 1/3. അപ്പോൾ M1 തന്നിട്ടുണ്ട്. M1 ഈക്വൽ ടു 2ഉം M2 ഈക്വൽ ടു 1/3 തന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ? തീറ്റ ഈക്വൽ ടു ആംഗിൾ എങ്ങനെ എഴുതാം? ആംഗിൾ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 ഇൻറ്റു M2 ആണ്. അപ്പോൾ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് M1 2 മൈനസ് 1/3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ഇൻറ്റു 1/3 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 മൈനസ് 1/3 എന്ന് പറയുമ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? 6 മൈനസ് 1/3 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 പ്ലസ് 2 ഇൻറ്റു 1 2/3 എന്ന് കിട്ടും. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 6 മൈനസ് 1 5/3 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഇൻറ്റു 1 3 3 പ്ലസ് 2/3 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 5/3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 5 വരും. അപ്പോൾ 5/3 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ആംഗിൾ എത്ര വരും? 45 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഈക്വൽ ടു എന്ത് എഴുതാം? 45 ഡിഗ്രി എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ടു എ സ്ട്രൈറ്റ് ലൈൻ ഹാവിംഗ് സ്ലോപ്പ് 1/3 ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് -2 4. അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് 2 -3 ആൻഡ് 6 2. അപ്പോൾ ഇത് 2021 നവംബറിൽ തന്നെ 7 മാർക്കിന് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് 4 മാർക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യന് 3 മാർക്കാണ്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അവിടെ നോക്കുക എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഒരു പോയിന്റും തന്നു, x1 y1 തന്നു. അപ്പോൾ ഒരു പോയിന്റും ഒരു സ്ലോപ്പും തന്നാൽ ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ നമുക്കറിയാം. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. അപ്പോൾ y മൈനസ് y1 എന്ന് പറയുന്നത് -4 വരും, ഈക്വൽ ടു m എന്ന് പറയുന്നത് 1/3 ഇൻറ്റു x മൈനസ് -2. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? y മൈനസ് 4 ഈക്വൽ ടു 1/3 ഇൻറ്റു x പ്ലസ് 2 എന്ന് വരും. x മൈനസ് -2 എന്നുള്ളത് +2 എന്നാവും. പിന്നെ ഈ 3 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 ഇൻറ്റു y മൈനസ് 4 ഈക്വൽ ടു x പ്ലസ് 2. 3y 3 ഇൻറ്റു -4 മുടിക്കുമ്പോൾ എന്ത് വരും? -12 ഈക്വൽ ടു x പ്ലസ് 2. ഇനി ഇതെല്ലാം നമുക്കൊരു സൈഡിലാക്കി എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x പ്ലസ് 2 അപ്പുറത്ത് -3y പ്ലസ് 12 ഈക്വൽ ടു 0. നോക്കാം, എക്സ് അതുപോലെ എഴുതുക, -3y എഴുതുക. ഇനി 2 പ്ലസ് 12 14 എന്ന് വരും, പ്ലസ് 14 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരും. ഇതിലടുത്ത ക്വസ്റ്റ്യൻ സ്ലോപ്പ് കാണാനാണ്. അപ്പോൾ 2 പോയിന്റ് തന്നിട്ടുണ്ട്, x1 y1 2 -3 എന്നും x2 y2
6 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് 2 പോയിന്റ് തന്ന സ്ലോപ്പ് കാണാൻ ഇക്വേഷൻ m ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. y2 എന്ന് പറയുന്നത് 2 എന്ന് വരും, y1 എന്ന് പറയുന്നത് -3. അപ്പം -3 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്നത് 6, x1 എന്ന് പറയുന്നത് 2. അപ്പം -2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് മൈനസ് വരുമ്പോൾ +3 എന്ന് വരും, ഡിവൈഡഡ് ബൈ 6 - 2 4 എന്ന് കിട്ടി. അപ്പോൾ 2 + 3 5/4. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ടു ദ ലൈൻ പെർപെൻഡിക്കുലർ ടു 3x - y + 5 = 0 ആൻഡ് പാസിംഗ് ത്രൂ 3 - 2. ഞാൻ അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് √3 ആൻഡ് 1/√3. ഇത് 4 മാർക്കിനും ഇത് 3 മാർക്കിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2022 നവംബറിലെ 7 മാർക്കിൻ്റെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ലൈൻ ടു ദ പെർപെൻഡിക്കുലർ ax + by + c = 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ പെർപെൻഡിക്കുലർ ലൈനാണ്. പെർപെൻഡിക്കുലർ ലൈൻ നമ്മൾ എങ്ങനെ എഴുതും? bx - ay + k = 0 ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ 3x - y + 5 = 0. അതിൻ്റെ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് ഇത് നേരെ തിരിച്ചു വരും. അപ്പോൾ ബി എന്ന് പറയുന്നത് ആദ്യം വരുമ്പോൾ കണ്ടോ, ബി ഇങ്ങോട്ട് വരുമ്പോൾ -1x, ഇനി 3 ഇങ്ങോട്ട് പോകും, -3 ആവും, -a എന്ന് എടുക്കണം. അപ്പോൾ -3y + k = 0. ഇനി ഇതിൽ നമ്മൾ തന്നിട്ടുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പാസിംഗ് ത്രൂ 3 - 2 ആണ്. അപ്പോൾ x എന്നുള്ളടത്ത് 3 കൊടുക്കുക, y എന്നുള്ളടത്ത് -2 കൊടുക്കുക. അപ്പോൾ -1 × 3 -3 × -2 + k = 0. അപ്പോൾ -3 × -2 +3 + 6 + k = 0. അപ്പോൾ എന്ത് കിട്ടും? -3 + 6 3 + k = 0. അപ്പോൾ k = -3. ഇത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -x - 3y - 3 = 0. അപ്പോൾ എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x + 3y + 3 = 0. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ വരുന്നത്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. 2 സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് m1 = √3 ആൻഡ് m2 = 1/√3 ആണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? θ = tan ഇൻവേഴ്സ് m1 - m2 ഡിവൈഡഡ് ബൈ 1 + m1 × m2 ആണ്. മോഡുണ്ട് tan ഇൻവേഴ്സ് m1 എന്ന് പറയുന്നത് √3 - 1/√3 ഡിവൈഡഡ് ബൈ 1 + 1 അതായത് √3 × 1/√3 tan ഇൻവേഴ്സ് √3 × √3. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 എന്ന് വരും. 3 - 1/√3 ഡിവൈഡഡ് ബൈ ഇവിടെ 1 + √3 × 1/√3 ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 1 + 1 എന്ന് കിട്ടും. tan ഇൻവേഴ്സ് √3 - 1 2/√3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ 2 × 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? tan ഇൻവേഴ്സ് 1/√3 എന്ന് കിട്ടും. tan ഇൻവേഴ്സ് 1/√3 ആകുമ്പോൾ ആംഗിൾ എത്ര വരും? ആംഗിൾ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അതായത് tan 30 ആണ് 1/√3 എന്ന് വരുന്നത്. ആംഗിൾ 30 ഡിഗ്രി എന്ന് കിട്ടും. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റ് ഓഫ് ദ ഇന്റർസെക്ഷൻ കാണാനാണ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണാൻ നമുക്ക് ആ 2 സ്ട്രേറ്റ് ലൈനും കൂടി സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. ഇതിനെ ax + by + c എന്ന ഫോമിൽ എഴുതുമ്പോൾ
നമുക്ക് ഈ എക്സ് ഇവിടെ വരുമ്പോൾ എന്താവും y ഈക്വൽ ടു 4 മൈനസ് എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 എന്ന് എഴുതാം. അടുത്തത് y ഈക്വൽ ടു 2x പ്ലസ് 3 എന്നാണ്. അപ്പോൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുമ്പം 2x പുറത്ത് വരും. അപ്പം മൈനസ് 2x പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ആദ്യം ഡെൽറ്റ കാണുക. ഡെൽറ്റ എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും രണ്ട് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, അടുത്ത് 1. അടുത്ത് ഇക്വേഷനിൽ എക്സിൻ്റെ -2 വൈൻ്റെ 1. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. 1 × 1 മൈനസ് 1 × -2 ഈക്വൽ ടു 1 മൈനസ് -1 × -2 പ്ലസ് 2 ആവും ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി അടുത്ത ഡെൽറ്റ 1 കാണുക. ഡെൽറ്റ 1 കാണുമ്പം ഇതിലെ ഫസ്റ്റ് കോളത്തെ നമുക്ക് കോൺസ്റ്റൻറ്റ് ടേം ആക്കാം. 4ഉം 3 ആക്കുക. സെക്കൻഡ് കോളം അതുപോലെ എഴുതുക. ഇനി ഡിറ്റർമിനൻ്റ് കാണുക. 4 × 1 മൈനസ് 1 × 3 ഈക്വൽ ടു 4 മൈനസ് 3 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി അടുത്ത ഡെൽറ്റ 2. ഡെൽറ്റ 2 എന്ന് പറയുമ്പം കോളം 2നെ കോൺസ്റ്റൻറ്റ് ടേം ആക്കുക. കോളം 1 അതുപോലെ എഴുതുക. 1 മൈനസ് 2 4 3. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. 1 × 3 മൈനസ് 4 × -2. 1 × 3 3 എന്ന് വരും. 4 × -2 വരുമ്പം -8. അപ്പോൾ -8 പ്ലസ് 8 ആവും. അപ്പോൾ 3 + 8 11 എന്ന് കിട്ടും. പിന്നെ എക്സ് കാണാൻ ഇക്വേഷൻ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ 1/ഡെൽറ്റയാണ്. അപ്പോൾ നമുക്ക് എക്സ് എങ്ങനെ കിട്ടും? എക്സ് ഈക്വൽ ടു ഡെൽറ്റ 1 എന്ന് പറയുന്നത് 1 ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 1/3 എന്ന് കിട്ടി. ഇനി വൈ കാണാൻ ഇക്വേഷൻ ഡെൽറ്റ 2/ഡെൽറ്റ. അപ്പോൾ വൈ ഈക്വൽ ടു ഡെൽറ്റ 2 എന്ന് പറയുന്നത് 11/3. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 1/3, 11/3. ഇതാണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരുന്നത്. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ.